മദീന പള്ളിയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇരിക്കുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ സദസ്സിലേക്ക് വരുമെന്ന്. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആരാണ് ആ സ്വർഗാവകാശി? ആരാണ് ആ സ്വർഗാവകാശിയെ കാണാനുള്ള ആഗ്രഹമാണ്, ആശയാണ്. സമയം ഒരുപാട് കഴിഞ്ഞപ്പോഴതാ ഒരു വൃദ്ധനായ ഒരു സ്വഹാബി വരികയാണ്. ഒരു അറാബിയായ ഒരു സ്വഹാബി കടന്നു വരുന്നു. ആ സ്വഹാബി അതാ അങ്ങനെ സദസ്സിൽ പോയിരിക്കുകയാണ്. കയ്യിൽ ചെരുപ്പ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. താടിയിലൂടെ വെള്ളം ഇങ്ങനെ ഒറ്റി വരുന്നുണ്ട്. ആ സ്വഹാബി സദസ്സിന്റെ ഒരു മൂലയിൽ പോയിരുന്നു. പിറ്റേ ദിവസവും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാൾ ഇന്ന് സദസ്സിലേക്ക് വരും സ്വഹാബ. സ്വഹാബത്ത് വീണ്ടും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ആരാണ് ആ സ്വർഗാവകാശിയായ സ്വഹാബി? ആരാണ് പറയുന്നത്? റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വർത്തമാനം കേട്ട് വീണ്ടും സ്വഹാബത്ത് കാത്തു നിൽക്കുകയാണ്. അപ്പോഴേതാ അതേ സ്വഹാബി തന്നെ വരുന്നു. ആ സ്വഹാബിയുടെ കയ്യിൽ കാതെ ഷൂസുകളുണ്ട്, ചെരുപ്പുകളുണ്ട്. താടിയിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റി വരുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ വന്ന് സദസ്സിന്റെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സദസ്സന്ന് പിരിഞ്ഞു. മൂന്നാമത്തെ ദിവസം വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ സദസ്സിലേക്ക് വരും സ്വഹാബ. ആരാണ് സ്വഹാബത്ത്? അദ്ദേഹത്തെ കാണാനുള്ള ആഗ്രഹത്തിലാണ്, ജിജ്ഞാസയിലാണ്. സ്വഹാബത്തിന്റെ പ്രതീക്ഷകൾ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആ വർത്തമാനം, 10 ആളുകൾ മാത്രമാണ് സ്വർഗത്തിലെന്ന്. അങ്ങനല്ല. 10 സ്വഹാബാക്കളെ കുറിച്ച് അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബ. അൻ അബി ബക്രിൻ വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാന ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈരിൻ ത്വൽഹാത്തിൻ വഅബി عبيدة وابن عوف عشير الكرم. 10 ആളുകൾ സ്വർഗാവകാശികളായ സ്വഹാബ എന്നാണ് ധരിച്ചത്. അല്ല, സ്വഹാബത്ത് എല്ലാവരും സ്വർഗത്തിലാണ്. എല്ലാ സ്വഹാബികളും സ്വർഗത്തിലാണ്. അതിൽ ആർക്ക് സംശയമില്ല. എല്ലാ സ്വഹാബത്തും സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ കിടക്കാത്ത ഒരു സ്വഹാബിയും ഉണ്ടാവുകയില്ല. എല്ലാ സ്വഹാബികളും സ്വർഗത്തിലാണ്. പിന്നെന്താണ് ഇങ്ങനെ 10 ആളുകളെ കുറിച്ച് പറയാനുള്ള കാരണം? അശറത്തുൽ മുബശ്ശിരീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 10 സ്വഹാബ, അത് അവർ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അല്ലാതെ അവര് മാത്രമേ സ്വർഗത്തിൽ കടക്കുക. സ്വഹാബാക്കളിൽ നിന്ന് 10 സ്വഹാബാക്കൾ മാത്രമേ സ്വർഗത്തിൽ കടക്കൂ എന്ന് ഉറപ്പുള്ളവര് ബാക്കി എല്ലാവരും സ്വർഗത്തിൽ കടക്കുന്ന ഉറപ്പില്ല. അങ്ങനെയാണോ? അല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാ സ്വഹാബത്തും സ്വർഗത്തിലാണ്. സ്വഹാബി കൻ നുജൂം, എന്റെ സ്വഹാബത്ത് എല്ലാവരും നക്ഷത്ര തുല്യരാണ്.
അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ ഹിദായത്ത് സിദ്ധിക്കും എന്ന് പറഞ്ഞു വെച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെല്ലാരും സ്വർഗത്തിലാണ്. പിന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾ എന്ന് പറഞ്ഞത് അത് പ്രത്യേകക്കാരായി അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് എന്നതാണ്. അങ്ങനെ ഉണ്ടാവും. ചില വിഷയങ്ങളിൽ പ്രത്യേകമായി തെരഞ്ഞെടുത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അത് ഓരോരുത്തർക്ക് കിട്ടുന്ന ചില കാറ്റഗറിയാണ്. പദവികളൊക്കെ വ്യത്യാസം ഉണ്ടാവും. സ്വർഗാവകാശികളുടെ പദവികൾ വ്യത്യാസം ഉണ്ടാവും. അതല്ലേ അള്ളാന്റെ റസൂലിനോട് വന്നിട്ട് ചോദിച്ചില്ലേ സൗബാൻ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ് അൻത ഫീ ദറജത്തിൻ നബിയ്യിൻ വഅന ഫീ ദറജത്തിൽ അബീദ്. യാ റസൂലല്ലാഹ്, അങ്ങ് സ്വർഗാവകാശികളിലെ വലിയ പദവിയിലായിരിക്കുമല്ലോ, പക്ഷേ അനഫീ ദറജത്തിൽ അബീദ്, അങ്ങ് നബിമാരുടെ ലിസ്റ്റിലാണ്, അങ്ങ് പദവികളിൽ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങളിലാണ്. അനഫീ ദറജത്തിൽ അബീദ്, ഞാൻ സാധാരണക്കാരുടെ ലിസ്റ്റിലല്ലയോ നബിയെ, ഞാൻ ചെറിയ അടിമകളുടെ ലിസ്റ്റിലല്ലയോ നബിയെ, എനിക്ക് തങ്ങളെ കാണാൻ കഴിയുമോ? സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കുകയാണ് സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു. എനിക്ക് മുത്തു റസൂലുള്ളാഹി തങ്ങളെ കാണാൻ കഴിയുമോ? ഞാൻ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിലെത്തിയിട്ട് എനിക്ക് എന്റെ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ കഴിയുമോ? നാളെ കാണുന്ന കാര്യമല്ല, ഒരാഴ്ച കഴിഞ്ഞ് കാണുന്ന കാര്യമല്ല, ഒരു മാസം കഴിഞ്ഞ് കാണുന്ന കാര്യമല്ല, ഒരു കൊല്ലം കഴിഞ്ഞ് കാണുന്ന കാര്യമല്ല. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് സുബ്ഹാനല്ലാഹ് എത്ര വലിയ കടമ്പകൾ കഴിയാനുണ്ട്, ജീവിതം അവസാനിക്കാനുണ്ട്, ഖബർ ജീവിതം കഴിയാനുണ്ട്, മഹ്ശറാ ലോകത്തേക്ക് വരാനുണ്ട്. മഹ്ശറയിലെ ഒരു ദിവസം സുബ്ഹാനല്ലാഹ് ദുനിയാവിലെ ദിവസങ്ങളോളം വർഷങ്ങളോളം എടുക്കുന്ന ദിവസങ്ങളല്ലേ. 50,000 വർഷമാണ് മഹ്ശറയിലെ ഒരു ദിവസം എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ മഹ്ശറാ വൻസഭയും കഴിഞ്ഞിട്ട് പിന്നീട് സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ എത്ര കാലം കഴിയും? അപ്പോഴേക്ക് ചിന്തിക്കുകയാണ് സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു, മുത്തു റസൂലുള്ളാഹ് എനിക്ക് തങ്ങളെ ഒന്ന് കാണാൻ കഴിയുമോ നബിയേ? അവിടത്തെ എനിക്ക് കാണാൻ കഴിയുമോ യാ റസൂലല്ലാഹ്? അന ഫീ ദറജത്തിൽ അബീദ്. ومن يطع الله والرسول أولئك الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നവരെ അവർ നബിമാരുടെ കൂടെയാണ്, അവര് സുദ്ദീഖീങ്ങളുടെ കൂടെയാണ്, അവര് സ്വാലിഹീങ്ങളുടെ കൂടെയാണ്. ആയത്തിറങ്ങിയില്ലേ? സ്വഹാബത്ത് സന്തോഷിച്ചില്ലേ? മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ കഴിയാൻ കഴിയുമെന്ന ആഗ്രഹം അവർക്കുണ്ടായില്ലേ? അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒരാളെത്തിയാൽ എന്താഗ്രഹിച്ചാലും നടക്കുമെന്നല്ലേ? സ്വർഗത്തിലെത്തിയാൽ ഒരാൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണണമെന്നാണ് ആഗ്രഹം. ആ സ്വർഗാവകാശിയുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും.
സ്വർഗാവകാശികൾ ആ വിഭാഗത്തിൽ നമ്മൾ പെടണം. സ്വർഗാവകാശികൾ. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ സ്വഹാബത്തും സ്വർഗത്തിലാണ്. അതിൽ ചില പ്രത്യേകക്കാരായ ആളുകളുണ്ട്. അതാണ് അശറത്തുൽ മുബശ്ശിരീൻ എന്ന് പറഞ്ഞു. ആ സ്വഹാബത്തിനെ പിന്നെ അള്ളാന്റെ റസൂല് പിന്നെ ചില സമയങ്ങളിൽ ഇന്നാലിന്നാള് സ്വർഗത്തിലാണെന്ന് പറയുമ്പോ അത് സ്വഹാബത്തിന് അവരുടെ ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളാനാണ്, അവരുടെ സ്വഭാവം നന്നാക്കാനുള്ള പ്രവർത്തനങ്ങളാണ്. 23 വർഷക്കാലം കൊണ്ട് ഒരു ജനതയെ പാഠം മാറ്റിയെടുത്തില്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ കുശുമ്പും ഏറ്റവും വലിയ വൈരാഗ്യവും ഏറ്റവും വലിയ വെറുപ്പുമെല്ലാം കൽബിൽ കൊണ്ട് നടന്നിരുന്ന ഒരു ജനതയെ 23 വർഷക്കാലം കൊണ്ട് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ, ഏറ്റവും നല്ല സ്വഭാവ മഹിമയുടെ, വ്യക്തിപ്രഭാവത്തിന്റെ വലിയ നിദർശനങ്ങളാക്കി മാറ്റി റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരാൾ വരും. വന്നപ്പോൾ 3 ദിവസവും വന്നതൊരാൾ തന്നെയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ജിജ്ഞാസയായി, ആഗ്രഹമായി ആ സ്വഹാബിയെ ഒന്ന് കാണണം, ആ സ്വഹാബിയെ ഒന്ന് അറിയണം. വീട്ടിലേക്ക് ചെന്നോ, എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അതിഥിയാണ്, എനിക്കിവിടെ 3 ദിവസം താമസിക്കണം. ആ സ്വഹാബി പറഞ്ഞു, താമസിച്ചോളൂ, ഒരു കുഴപ്പവും ഇല്ല, കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയല്ലേ, മക്കയിലാണ് അവർ വിശ്രമിക്കുന്നത്. അല്ലാഹുവേ, അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ, അവരുടെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ, അവരുടെ സഹായം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബിയോട് ചോദിക്കുകയാണല്ലയോ സ്വഹാബി, ഞാൻ 3 ദിവസം മുത്തു റസൂലുള്ളാഹിന്റെ സദസ്സിലുണ്ടായിരുന്നു. 3 ദിവസവും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരാൾ ഇന്ന് സദസ്സിലേക്ക് വരും. ഞാൻ ജിജ്ഞാസയോടെ കാത്തു നിന്നു. 3 ദിവസവും വന്നത് നിങ്ങളാണ്. ആ നിങ്ങൾക്ക് എന്താണ് അല്ലാഹു സ്വർഗം തരാനുള്ള കാരണം? അതറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ സ്വഹാബി വിശദീകരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകമായ ഒരു അമലൊന്നും കണ്ടില്ലല്ലോ. 3 ദിവസവും ആ വീട്ടിലേക്ക് അതിഥിയായി വന്നത് ആ സ്വഹാബിയെ നിരീക്ഷിക്കാനാണ്. എന്തെങ്കിലും പ്രത്യേകമായ ഒരു അമൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനാണ്. 3 ദിവസവും ഞാൻ നിങ്ങളെ നോക്കിയല്ലോ, ഒന്നും കണ്ടില്ലല്ലോ, ഒന്നും ഞാൻ പ്രത്യേകമായി എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രത്യേകമായ അമല്? എന്താണ്? നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് മുത്തു റസൂലുള്ള പറയാൻ
കാരണമായ അമൽ എന്താണ്? ആ സൽക്കർമ്മം എന്താണ്? ഒന്ന് പറഞ്ഞു തരുമോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ചോദ്യം കേട്ട ആ സ്വഹാബി പറഞ്ഞു, ഇല്ല, എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും നിസ്കരിക്കാറുള്ളൂ, ഞാനും നോമ്പ് നോൽക്കാറുള്ളൂ, ഞാനും സൽക്കർമ്മങ്ങൾ ചെയ്യാറുള്ളൂ. പക്ഷേ എനിക്കൊരു സ്വഭാവമുണ്ട്, എന്റെ ഹൃദയത്തിൽ ആരോടും വൈരാഗ്യമില്ല, ആരോടും വെറുപ്പില്ല, ആരോടും എനിക്ക് കുശുമ്പില്ല. എല്ലാവരോടും എന്റെ കൽബ് നല്ല കൽബാണ്, എല്ലാവരോടും എനിക്ക് നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവുമാണ്. എല്ലാവരും നന്നാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കാരോടും വൈരാഗ്യമില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, മുത്തുമൂമിനീങ്ങളെ, മുത്തുമൂമിനാത്തുകളെ, നല്ല കൽബ്, സലീമായ കൽബ്. പലപ്പോഴായി നമ്മളത് വർത്തമാനങ്ങൾ പറഞ്ഞതാണ്, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഖൽബ് നന്നാവാനാണ്. അല്ലാഹ്, ഖൽബ് നന്നാവണം. ഖൽബ് നന്നാവാതെ നമ്മളാരും അള്ളാന്റെ അടുക്കൽ വിജയിക്കാൻ പോകുന്നില്ല. എത്ര വലിയ ഇബാദത്തുകൾ ചെയ്താലും, എത്ര വലിയ അമലുകൾ ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഖൽബ് നന്നായേ മതിയാവും. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണേ അല്ലാ, ഖൽബ് നന്നാക്കണേ അല്ലാ, ഖൽബ് നന്നാക്കണേ അല്ലാ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു ദിവസമുണ്ട്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. അല്ലാഹു നമുക്ക് തന്ന സമ്പത്തുകളും അല്ലാഹു നമുക്ക് തന്ന മക്കളുമെല്ലാം അവരൊന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസമുണ്ട്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നല്ല ഖൽബ്, ഒന്നും ഉപകാരപ്പെടാത്തൊരു ദിവസം. കുറെ ഉണ്ടാക്കി, സമ്പത്തുണ്ടാക്കി, കുറെ മക്കളുണ്ടാക്കി ഒക്കെയാണ്, പക്ഷേ അതൊന്നും ഉപകാരപ്പെടാത്തൊരു ദിവസമുണ്ട്. അന്ന് ഉപകാരപ്പെടണോ? കുറെ ഇബാദത്തുണ്ട്, കുറെ നിസ്കരിച്ചിട്ടുണ്ട്, കുറെ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ഹദ്ദാദ് ചൊല്ലിയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. ജോറ് ജോറ്, ബാറ് ബാറ്, ഒരു കുറവുമില്ല. ഖുർആൻ ഓതുന്നതിന് കുറവില്ല, ദിക്ർ ചൊല്ലിയതിന് കുറവില്ല. എല്ലാത്തിനും സമയമുണ്ടായി. പക്ഷേ ഖൽബ് മോശമായി പോയി. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഖൽബാകണം. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണേ അല്ലാഹ്, ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണേ അല്ലാഹ്, ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഹൃദയം നന്നാവണം, പുറത്ത് കുറെ മാന്യനായിരിക്കും,
അങ്ങനെയുണ്ട് കുറെ ആളുകൾ. പുറത്ത് നല്ല മാന്യൻ, എന്താ അവന്റെ സ്വഭാവം, നല്ല കൂട്ടുകാരുടെ മുന്നില് നാട്ടുകാരുടെ മുന്നില് ഒക്കെ നല്ല സ്വഭാവമായിരിക്കും. പുരക്കെത്തിയാല് വീട്ടിലെത്തിയാൽ അയാള് സിംഹാണ്. സിംഹം എന്ന് പറഞ്ഞോളൂ, അതിന്റെ അപ്പുറത്തതാണ്. അയാളെ മുന്നിലേക്ക് മക്കൾക്ക് പോകാൻ കഴിയൂല, ഭാര്യക്ക് പോകാൻ കഴിയൂല. വീട്ടിലെ അയാള് മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ അടുക്കൽ അയാള് സിംഹത്തെക്കാളും ഭയങ്കരം. വിചാരിക്കുന്നു അതാ ഉഷാറ്. പുറത്തിറങ്ങിയാലും നല്ല സുന്ദര കുട്ടനാണ്, നല്ല സ്വഭാവത്തിന്റെ ആളാണ്. അങ്ങനെയുണ്ട് ചില ആളുകള്. പുറത്തൊക്കെ ആയ ഒരു നല്ല മനുഷ്യനാണ്. ആ ഒരു ഉമ്മ എന്താ ഉമ്മ, നല്ല ഉമ്മ, എല്ലാവർക്കും നല്ലത്. പുരയിലുണ്ട് കുറെ ആള്, അവരോട് ആ ഉമ്മ ഭയങ്കരം. ഒരിക്കലും ആ ഉമ്മാന്റെ മുന്നിൽ മരുമക്കൾക്ക് നിന്നൂടാ. അങ്ങനെ എല്ലാത്തിലും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്, മരുമക്കളിലുണ്ട്. ഞാൻ മൊത്തത്തിലാണ് പറയണത്. ഖൽബ് നന്നാകണം, ഹൃദയം നന്നാവണം, നല്ല സ്വഭാവത്തിന്റെ ഖൽബാകണം. അങ്ങനെയുള്ള ഖൽബുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം, 23 വർഷമല്ല, തന്റെ 63 വർഷത്തില് 50 വർഷക്കാലം അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ ആ ജനങ്ങൾക്കിടയിൽ അധ്വാനിച്ചത് ഓരോരുത്തരുടെയും ഖൽബ് നന്നാക്കാനാണ്, ഹൃദയം നന്നാക്കാനാണ്. ഈ ഖൽബ് അത് നല്ല ഖൽബാണ്, ഖൽബാകരുത്. ഖൽബും ഖൽബും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹു അങ്ങനെ തന്നെ പേരിട്ട്. ഖൽബ് എന്ന് പറഞ്ഞാൽ ഖാഫ്, ആ ഖാഫിന് പകരം കാഫ് ആയാല് ഖൽബായി. ഖൽബ് എന്ന് പറഞ്ഞ നായ. ഈ നായ നല്ല സ്വഭാവത്തിന്റെ ജീവിയാണ്. നായ നല്ല സ്വഭാവമുള്ള ജീവിയാണ്. നായക്ക് ഭക്ഷണം കൊടുത്തു നോക്ക്, നായക്ക് ഭക്ഷണം കൊടുത്തു നോക്ക്. നായക്ക് ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. തൊട്ടാൽ 7 തവണ കഴുകണം. അതൊക്കെ ഫിഖ്ഹിന്റെ നിയമങ്ങളാണ്. അതിന് ചില കാരണങ്ങളുണ്ടാവും. അതേ സമയത്ത് ഈ നായക്ക് നല്ല സ്വഭാവമുണ്ട്. കുറെ കാലം ഭക്ഷണം കൊടുത്തു നോക്ക്. നായ ഭക്ഷണം കൊടുത്ത ആളോട് വലിയ സ്നേഹമുള്ള, നല്ല സ്നേഹമായിരിക്കും, നല്ല നന്ദി കാണിക്കും. അവസാനം അത് നന്ദി പലപ്പോഴായി കാണിക്കും. അതേ സമയത്ത് മനുഷ്യന്മാരുണ്ട് കുറെ ആളുകൾ, ഹൃദയം വളരെ മോശമായ ഖൽബിന്റെ ഉടമകൾ. അങ്ങനെയുള്ള ഖൽബുമായി സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമോ? സ്വർഗാവകാശികളിൽ പെടുമോ? ഇല്ല, ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് സ്വർഗം ലഭിക്കൂല. സ്വർഗാവകാശികളിൽ പെടാൻ കഴിയില്ല. ഇത് കേവലം ഒരു വർത്താനല്ല, എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള പറച്ചിലുകളാണ്. അള്ളാഹിനോട് നിരന്തരമായി ചോദിക്കണം. അതോടൊപ്പം നമ്മളെ ഖൽബ് നന്നാക്കുകയും വേണം, ഹൃദയം നന്നാക്കണം. ഇന്ന ഫിൽ ജസദി ലമുളഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് ഖൽബാണ്. ആ ഖൽബ് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. ആ അവയവം മോശമായാലോ ശരീരം മുഴുവനും മോശമായി. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണേ റബ്ബേ, ഞങ്ങളെ ഹൃദയം നീ നന്നാക്കി തരണേ അല്ലാ. എല്ലാവരും നന്നാകണമെന്ന് ചിന്തിക്കുന്ന ഖൽബാകണം. അങ്ങനെയുള്ള ഹൃദയമായി നമ്മുടെ ഹൃദയം മാറണം.
അതിനു വേണ്ടിയാണ് വിശുദ്ധ റമളാൻ അല്ലാഹു നമുക്ക് തയ്യാറ് ചെയ്തു തന്നത്. ആ വൈരാഗ്യങ്ങളും ആ വെറുപ്പുകളും ആ വിദ്വേഷങ്ങളും ആ അനാവശ്യമായ ആ കാര്യങ്ങളുമെല്ലാം ഒഴിവാക്കാനാണ് റമളാൻ അല്ലാഹു നമുക്ക് തന്നത്. അടുത്തൊരു ഉമ്മ മരണപ്പെട്ടു പോയി. ആ ഉമ്മാനെ കുറിച്ച് ആ മക്കള് ആ മരുമക്കളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ആശിച്ചുപോയി. ഉമ്മയെന്നും മദനീയം കേൾക്കുന്ന ഉമ്മയായിരുന്നു. ആ ഉമ്മാനെ കുറിച്ച് മരുമക്കൾ പറയുകയാണ്, ഉസ്താദേ ഞങ്ങൾക്കൊരു ഉമ്മയായിരുന്നു, ഞങ്ങൾക്കൊരു ഉമ്മയായിരുന്നു ഞങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മ. ഒരു സ്വന്തം ഉമ്മയെ പോലെയായിരുന്നു. എന്തൊരു സ്നേഹമായിരുന്നു ഞങ്ങളോട്, എന്തൊരു പെരുമാറ്റമായിരുന്നു ഞങ്ങളോട്. ആ ഉമ്മാക്ക് വേണ്ടി മക്കള് മരുമക്കള് ദുആ ചെയ്യുകയാണ്, കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. എത്ര തവണയാണ് എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി അവര് മെസ്സേജ് അയച്ചത്, അവര് വിളിച്ചു പറഞ്ഞത്. സ്വന്തം ഭർത്താവിന്റെ ഉമ്മാനെ കുറിച്ച് പറയുമ്പോ സഹോദരിമാര് കരയുകയാണ്. പൊട്ടി കരഞ്ഞിട്ടാണ് ദ്വാരക്കാൻ പറയുന്നത്. സ്വന്തം ഉമ്മയായിരുന്നു ഉസ്താദേ, ഒരാളല്ല. ആ ഉമ്മാക്ക് 2-3 മരുമക്കളുണ്ട്. അവരെല്ലാരും സ്വന്തം ഉമ്മയെപ്പോലെ ഞങ്ങൾ കണ്ടു. എന്തുകൊണ്ടാണ് അങ്ങനെയായത്? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത് എന്തുകൊണ്ടാ? അവരുടെ കൽബിൽ, ഹൃദയാന്തരങ്ങളിൽ അങ്ങനെയൊരു അവസ്ഥ വന്നത് ആ ഉമ്മാന്റെ സ്വഭാവ മഹിമ കൊണ്ടാണ്, സ്വഭാവ ഗുണം കൊണ്ടാണ്. അല്ലാഹുവേ, ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ ഹൃദയം നീ നന്നാക്കി തരണേ അല്ലാ. എല്ലാവരുടെയും കൽബ് ആ രൂപത്തിലാക്കി നീ മാറ്റണേ റബ്ബേ. ഒരു ഘട്ടം പറഞ്ഞു എന്ന് മാത്രം, പല ഘട്ടങ്ങളും അതിലുണ്ട്. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്ന് പറഞ്ഞപ്പോ ഒരു മൂമിനിന്റെ കൽബ്, ഒരു മൂമിനിന്റെ കൽബ് എല്ലാ 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 വൃത്തികേടിൽ നിന്നും മാറി അയാളുടെ കൽബിൽ ഏറ്റവും കൂടുതൽ അയാളുടെ കൽബിനെ സ്വാധീനിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവന്റെ കൽബ് ഒരു മുനാഫിഖിന്റെ കൽബാകാൻ പാടില്ല. ഒരു മരീളായ ഖുലൂബുൽ മരീള, ഒരേ രോഗമുള്ള കൽബാകാൻ പാടില്ല. അവന്റെ കൽബിൽ എപ്പോഴും ഫസാദും അതുപോലെ തന്നെ ഗീബത്തും നമീമത്തുമെല്ലാം അടിഞ്ഞുകൂടിയ കൽബാകാൻ പാടില്ല. ഫീ ഖുലൂബിഹിം മറദുൻ, അല്ലാഹു തന്നെ പറഞ്ഞത് സൂറത്തുൽ ബഖറയിൽ, അവരുടെ കൽബുകളിൽ രോഗങ്ങളുണ്ട് എന്നാണ്. രോഗം, ഈ രോഗം എന്ന് പറയുന്നത് ക്യാൻസർ, ട്യൂമർ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, വെരിക്കോസ്, സോറിയാസ്, ഇത് മാത്രമാണ് രോഗം. അത് പുറത്തുള്ള ഒരുപാട് രോഗങ്ങളാണ്. പക്ഷേ കൽബിന്റെ രോഗങ്ങൾ, കൽബിന്റെ രോഗങ്ങൾ അത് വലിയ വിഷയമാണ്. അവന്റെ കൽബ് നന്നായാൽ, ഫൈദാ സലിമൽ ഖൽബ്, അവന്റെ ഒരാളുടെ കൽബ് നന്നായാൽ അയാളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നന്നായി. ഹൃദയം ഈമാന് കൊണ്ട് നല്ല പ്രശോഭിതമായ കൽബാകണം. അല്ലാഹു നമ്മുടെ കൽബ് അങ്ങനെ ആക്കി തരട്ടെ.
വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും. അല്ലാഹ് പറഞ്ഞില്ലേ, അല്ലാഹു ഒരാളുടെ ഖൽബിലേക്ക് ഈമാൻ ഇട്ട് കൊടുത്താൽ അവരുടെ ഖൽബ് ഈമാൻ കൊണ്ട് പ്രകാശിക്കും. ഈമാൻ കൊണ്ട് പ്രകാശിക്കുന്ന ഖൽബുകളായി നമ്മുടെ ഖൽബ് മാറും. അൽ ഇസ്ലാമു അലാനിയ വൽ ഈമാനു ഫിൽ ഖൽബി. ഈമാൻ വേണ്ടത് ഖൽബിലാണ്, ഒരാളുടെ ഹൃദയാന്തരങ്ങളിലാണ്. പുറത്ത് കുറെ നല്ല തലയിൽ കെട്ടി നല്ല വെളുത്ത വസ്ത്രം ധരിച്ചു, നല്ല നല്ല സുഗന്ധം പുരട്ടി, നല്ല നല്ല കാണാൻ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളും ശരീരങ്ങളും അതായാ മതിയോ? പറ്റൂല. വലാകിൻ അല്ലാഹുവിന്റെ നോട്ടം നിങ്ങളുടെ വസ്ത്രത്തിലേക്കല്ല, നിങ്ങളുടെ മൊഞ്ചിലേക്കല്ല. ഇതൊക്കെ വേണം, വേണ്ടെന്നല്ല. പുറത്തു നല്ലതാകുമ്പോഴാണ് അകത്തു നന്നലാവൽ, വേറെ വിഷയം. പക്ഷേ അള്ളാഹുവിന്റെ നോട്ടം, അള്ളാഹു നമ്മിലേക്ക് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. റബ്ബിന്റെ നോട്ടം അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. എന്റെയും നിങ്ങളുടെയും ഹൃദയാന്തരങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. ആ നോക്കുന്ന സമയത്ത് ആ ഹൃദയത്തിൽ വേണം, നല്ല ഹൃദയമാകണം. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, അത്തഖ്വാ ഹൗനാ അത്തഖ്വാ ഹൗനാ അത്തഖ്വാ ഹൗനാ. തഖ്വ ഇവിടെയാണ്, ഹൃദയമാണെന്നാണ്. ഹൃദയം നന്നായാൽ എല്ലാം ശരിയാവും, എല്ലാത്തിനും പരിഹാരമാവും. അതിനുള്ള വഴികളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഹൃദയം നന്നല്ലെങ്കിൽ പിന്നെ എല്ലാം വെറുതെ ആയിപ്പോ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കട്ടെ. എനിക്ക് അബൂദാബിയിലേക്ക് പോകാനുണ്ട്. അല്ലാഹ്